ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നോക്ക് റെസിപ്പീസ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റമാണ് കടച്ചക്ക കറി. നാളികേരമൊക്കെ വറുത്തരച്ച് തനി നാടൻ സ്റ്റൈലിൽ കടച്ചക്ക കറി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ ഇൻഗ്രീഡിയൻസ് നോക്കാം. അതിനു മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ചാനലിന്റെ വ്യൂവേഴ്സ് സബ്സ്ക്രിപ്ഷനും ലൈക്കും ഒക്കെ കണ്ടറിഞ്ഞ് തന്നെ ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ഒരു കടച്ചക്ക തൊലി കളഞ്ഞ് നന്നായി കഴുകി ഇതുപോലെ നുറുക്കി വെച്ചിട്ടുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ് നാളികേരം, 3 ടീസ്പൂൺ മുഴുവൻ മല്ലി, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ പെരുംജീരകം അല്ലെങ്കിൽ വലിയ ജീരകം, 4 വലിയ ചുള വെളുത്തുള്ളി, 2 തണ്ട് വേപ്പില, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടിയുടെ അളവെല്ലാം നിങ്ങളുടെ സ്പൈസ് ലെവലിനനുസരിച്ചും കയ്യിലുള്ള മുളക് പൊടിയുടെ എരിവിനനുസരിച്ചും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അവസാനം കറി താളിക്കാനായി 5 ചുള ചുവന്നുള്ളി അല്ലെങ്കിൽ ചെറിയ ഉള്ളിയും ആവശ്യത്തിന് വെളിച്ചെണ്ണയും ഉപ്പും എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം നുറുക്കി വെച്ചിരിക്കുന്ന കടച്ചക്ക കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും 1 തണ്ട് വേപ്പിലയും 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കണം. കുക്കർ ഒരു വിസിൽ മാത്രം വരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിസിൽ കൂടിപ്പോയാൽ കടച്ചക്ക വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ കറിയും നമ്മൾ വിചാരിച്ചത്ര ടേസ്റ്റി ആകില്ല. കടച്ചക്ക വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് നാളികേരം വറുത്തെടുക്കാം. അതിനായി ഒരു ചീഞ്ചട്ടിയിലേക്ക് 4-5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നാളികേരവും മല്ലിയും കുരുമുളകും പെരിഞ്ചീരകവും വെളുത്തുള്ളിയും വേപ്പിലയും ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ കടലയൊക്കെ വറുത്തരച്ച് വെക്കുന്ന സമയത്ത് ഒരു കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് ഒട്ടും കരിയാതെ തന്നെ നന്നായി ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. നാളികേരത്തിന്റെ കളർ ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ ആയാൽ സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് ഇറക്ക് പാകമാണ്. ഇനി ഈ നാളികേരം ഒന്നുകൂടി ഈ ചീഞ്ചട്ടിയിൽ കിടന്ന് കറക്റ്റ് വറവായി കിട്ടും. ഇനി ഈ നാളികേരം ചൂടാറാനായി വെയിറ്റ് ചെയ്യാം. വറുത്ത നാളികേരം നന്നായി ചൂടാറിയാൽ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് ഫൈനായി അരച്ചെടുക്കണം. അപ്പോഴേക്കും കുക്കറിന്റെ പ്രഷറൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. കുക്കർ തുറന്നു നോക്കിയപ്പോൾ കടച്ചക്ക നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നാളികേരത്തിന്റെ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഈ മിക്സിയിലേക്ക് 1 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്ത് കഴുകി കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കടച്ചക്ക ഇതുപോലെ നാളികേരം വറുത്തരച്ച് വെക്കുമ്പോൾ കറി പെട്ടെന്ന് തന്നെ കട്ടിയാകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് 1 ഗ്ലാസ് മുതൽ 1.25 ഗ്ലാസ് വരെ വെള്ളം ഇങ്ങനെ മിക്സി കഴുകി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായി തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഉപ്പും എരിവും ഒക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഉപ്പ് കുറവായി തോന്നിയ കാരണം 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ നന്നായി തിള വന്നാൽ സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയുള്ളി അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് കറിയിലേക്ക് താളിച്ചു കൊടുക്കണം. അതിനായി ഒരു തട്ക പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നാൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് മൂപ്പിച്ചെടുക്കണം. ഉള്ളി ചേർത്ത് കൊടുത്ത ശേഷം നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഉള്ളി ഒട്ടും തന്നെ കരിയാൻ പാടില്ല. ഉള്ളിയുടെ നിറം വീഡിയോയിൽ കാണുന്ന പോലെ ആയി കിട്ടിയാൽ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ച് ഇത് കറിയിലേക്ക് താളിച്ചു കൊടുത്ത ശേഷം കുക്കർ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മൂടി വെക്കാം. കറിക്ക് എരിവ് കുറവായി തോന്നുകയാണെങ്കിൽ ആവശ്യത്തിന് മുളക് പൊടി ഉള്ളിയോടൊപ്പം സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം മാത്രം ചേർത്ത് കൊടുക്കാവുന്നതാണ്. 5 മിനിറ്റിന് ശേഷം നമുക്ക് ഈ കറി സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കടച്ചക്ക കറി റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടെങ്കിൽ വേറെ ഒരു സൈഡ് ഡിഷിന്റെ ആവശ്യമേ ഇല്ല. വയറ് നിറയെ ചോറ് ഉണ്ണാം നമുക്ക്. അപ്പോൾ എല്ലാവരും ഈ അടിപൊളി നാടൻ കടച്ചക്ക കറി ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അറിയാവുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ഉഗ്ര റെസിപ്പിയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.